വടക്കനാടിന്റെ തെക്കേ ഗോപിനാടൻ അവിടെ വന്ന് നിൽക്കുകയാണ്. ഒടുക്കത്തെ വെയിലാണ്. എല്ലാവരും കണ്ടിങ്ങനെ വീശി വീശി നിൽക്കാണ്. അയ്യോ ഡ്രസ്സിൽ പോവാണ് സതി വീണ്ടും മോഡല് പാളയമാക്കി ആന പോസ് ചെയ്തിട്ടുണ്ട. നല്ല സുഖത്തിൽ കിടക്കാണ്. കൈ നോട്ടക്കാരുണ്ടാവും. കൈ നോക്കണം. സത്യം മാത്രമേ പറയൂ അല്ലേ? കൈ നോക്കേണ്ട ആള് ആഗ്രഹിക്കുന്ന നോക്കിട്ടിരിക്കുക. അപ്പൊ ഉള്ള കാര്യം കംപ്ലീറ്റ് പറഞ്ഞു. ഇനി നമുക്ക് നടന്നിട്ട് വർത്താനം പറയാം. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മള് തൃശ്ശൂർപൂരത്തിന്റെ തലേദിവസം വടക്കനാടിന്റെ തെക്കേ ഗോപിനാടൻ അവിടെ വന്ന് നിൽക്കുകയാണ്. ഒടുക്കത്തെ വെയിലാണ്. സമയം കാലത്ത് 10:25. എറണാകുളം ശിവകുമാർ എന്ന് പറഞ്ഞ ആന തെച്ചിക്കോട്ട് ഒരു ആമഞ്ഞുണ്ടായിരുന്നു ഈ പൂരവിളംബരം നടത്താനായിട്ട് നട തുറന്നു വരുന്നുണ്ടായിരുന്നത്. ഇത്തവണ എറണാകുളം ശിവകുമാർ എന്ന് പറഞ്ഞ ആനയാണ്. അപ്പോൾ അവിടെ മേളം കഴിഞ്ഞിട്ട് വേണം ഇങ്ങോട്ട് വരണമെങ്കിൽ. അപ്പോൾ കുറച്ച് സമയം പിടിക്കും. ഒടുക്കത്തെ ചൂട് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ചൂട്. നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ചൂടാണ്. അപ്പോൾ അവിടെ മേളം നടക്കുന്നുണ്ട്. ഇപ്പോൾ നെയ്തലക്കാവ് അമ്പലത്തിൻ്റെ അവിടെ നിന്നാണ് വരിക. നെയ്തലക്കാവ് ദേവിയാണ് ഈ നട തല്ലി തുറക്കുക. അപ്പോൾ 2 പ്രാവശ്യം കൊല്ലത്തിൽ 2 പ്രാവശ്യമാണ് ഈ നട തുറന്നിടുക. തൃശ്ശൂർ പൂരത്തിനും പിന്നെ ശിവരാത്രിക്കും. നമുക്ക് നട എത്ര മണിക്കാണ് തുറക്കാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ പൂരപറമ്പിയോടെ വെറുതെ നടക്കാം. എല്ലാവരും കണ്ടിങ്ങനെ വീശി വീശി നിൽക്കുകയാണ്. ഇവിടെയൊക്കെ അങ്ങനെ ഐസ്ക്രീംകാർ ക്യാമറാമാർ കണ്ടിട്ട് നിറയെ അവിടെ എല്ലാവരും ആ അസുലഭ മുഹൂർത്തത്തിനെ നോക്കിയാണ്. ഇന്നേ ജഗുവിന് പരിശീലനം, നാടക പരിശീലനം. അപ്പോൾ ജഗുവിനെ കൊണ്ടുവന്നാക്കിയിട്ടാണ് വരുന്നത്. അക്കാദമി വളപ്പിലൊക്കെ നിറയെ പോലീസ് വണ്ടിയിലാണ്. 4000 പോലീസുകാർ എത്ര പേരാണുണ്ട്. അപ്പോൾ എല്ലാവരും സോണുകളൊക്കെ ആയിട്ട് തിരിക്കുന്ന ചടങ്ങുകളൊക്കെയാണ് അവിടെ നടക്കുന്നത്. ചടങ്ങുകളല്ല കേട്ടോ, ടൗൺ ഹാള്, പിന്നെ ഈ പാലസ് ഗ്രൗണ്ട്, അവിടെ ഇവിടെയൊക്കെ. ഇന്നലെ ഞാൻ സാമ്പിൾ വെടിക്കെട്ട് കാണാൻ വന്നില്ല. സാമ്പിൾ വെടിക്കെട്ട് നന്നായി ഒന്നും അറിയില്ലടാ. വീട്ടിൽ നിന്ന് കുറച്ച് കേട്ടു ശബ്ദം. ഇപ്പോൾ വെടിക്കെട്ട് നടക്കണ ഏരിയ വടം കെട്ടി ഇത് ബാരിക്കേഡ് കെട്ടി തിരിച്ചിട്ടുണ്ട്. ഇന്ന് പതിവിൽ കൂടുതൽ ചൂടാണ്. അത്രയ്ക്ക് ചൂടാണ്. അവിടെ നല്ല മേളം നടക്കുന്നുണ്ട്. നമ്മൾ ആദ്യം തന്നെ നമുക്ക് തിരുവമ്പാടിയിലെ ചമയ പ്രദർശനം ഉണ്ട്, അങ്ങോട്ട് പോവാം. ഇതിപ്പോൾ നട തുറക്കുന്നത് എപ്പോഴൊന്നും അറിയില്ല. അങ്ങോട്ട് വരാനായിട്ട് ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല. എന്നാലും കുഴപ്പമില്ല. ഇവിടെ ഉണ്ട് ഇന്നലത്തെ സാമ്പിൾ വെടിക്കേണ്ട തിരിച്ചു കഴിച്ചിട്ടാണ് വെടുപ്പാകുന്നുണ്ട്. അവിടെ മേളം. ഇതാണ് ആന. ഇതല്ലേ എറണാകുളം ശിവകുമാർ. ഇവിടുന്ന് ഇങ്ങനെ കയറി ഇങ്ങോട്ട് വരും. അമ്പലത്തിനുള്ളിലൂടെ കയറി വടക്കാൻ്റെ പടിഞ്ഞാറ ഗോപുരാട വഴി കയറി ഇങ്ങോട്ട് വരും. വെയിലൊന്നും ആളുകൾക്ക് പ്രശ്നമല്ല. കണ്ടില്ലേ? കാരണം പൂരത്തിന് കണ്ടമാനം വിദേശികളുണ്ടതുകൊണ്ട് നമ്മളവിടെ നിന്ന് തിരുവമ്പാടി ചമയ പ്രദർശനം ഉണ്ട്, അവിടേക്ക് പോയി വെക്കാം. തരും ആനങ്ങനെ വരുമ്പോൾ കുറച്ച് സമയം പിടിക്കും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം. കണ്ട ഇന്നലത്തെ സാമ്പിളിൻ്റെ പൊട്ടിയിട്ടുള്ള എൻ്റെ ഇതാണ്. കുഴി കുത്ത് നോക്കിയേ. കണ്ടാ എന്തൊരു പൊരി വെയിലത്താണ് അവർ കുഴി കുത്തുന്നത്. ഭയങ്കര പണി തന്നെയാണ്. പിന്നെ ഇക്കൊല്ലത്തെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 വെടിക്കെട്ടും ഒരാളെ നടത്തുന്നത്. അപ്പോൾ ആളുടെ പണിക്കാരനെ അപ്പുറത്തും ഇപ്പുറത്തും തിരുവമ്പാടിയും പാറയംകാവിൻ്റെയും പണിക്കാർ ആളുടെ തന്നെ ആയിരിക്കും. അത് കാരണം ആൾക്ക് ആരെ വെടിക്കെട്ട് നന്നാക്കണം, ആരെ വെടിക്കെട്ട് ചെറുതാക്കണം എന്നുള്ള ആൾക്കെന്നെ തീരുമാനിക്കാം. അത് ഈ വെടിക്കെട്ടാണ് ആൾക്ക്. ഇങ്ങനെ ഒരിത് പോരായ്മ ഈ മത്സരം ഒന്നുമില്ല പണ്ടത് പോലെ. പണ്ടൊക്കെയല്ലേ മത്സരമായിരുന്നു. ഇവിടേക്ക് വന്നപ്പോൾ ഭയങ്കര സുഖം, നല്ല തണുപ്പ്. അങ്ങനെ നമ്മൾ പടിഞ്ഞാറ ഗോപുരനാടയിലെത്തിയിട്ടാ. അപ്പോൾ എടുത്തു വന്നപ്പോൾ ഇവിടെയൊക്കെ മറ്റേ ഷീറ്റ് അടിച്ച് കെട്ടിയിട്ടുണ്ട്. മേളം നടക്കുന്ന സ്ഥലങ്ങളുണ്ടോ. ഇങ്ങോട്ട് വന്നപ്പോഴേ ഒരു സുഖം. നമുക്ക് ചമയം കാണാൻ പോകാം. തിരുവമ്പാടിയിൽ കൈ നോട്ടക്കാരുണ്ടാവും. കൈ നോക്കണം. എനിക്ക്
എൻ്റെ കൈ നോക്കണം, വേഗം നോക്കണം. എല്ലാ കൊല്ലം പറയുന്നത് വ്യത്യസ്തത നോക്കണം കേട്ടോ. നമുക്ക് കൈനോട്ടക്കാരുടെ റൗണ്ടിൻ്റെ പാർക്കിൻ്റെ ആ സൈഡിൽ മുഴുവൻ അങ്ങനെ വരി വരിയായിട്ടിരിക്കും. ആലപ്പുഴ, ചേർത്തല, കായംകുളം, കൊല്ലം, പല പല സ്ഥലങ്ങളിൽ ഇത് വന്നിട്ടുള്ള നിറയെ ഉണ്ടാവും. ആ വശത്തുനിന്നുള്ളവരുടെ കൂടുതൽ വരുന്നു കേട്ടോ. ഇപ്പം നമ്മൾ വടക്കാൻ്റെ പടിഞ്ഞാറ ഗോപിനാടൻ്റെ അവിടെ നിന്ന് കൗസ്തുഭം ഓഡിറ്റോറിയത്തിൻ്റെ ഇടയ്ക്ക് പോവാണ് കേട്ടോ, ചമയ പ്രദർശനം കാണാനായിട്ട്. അപ്പോൾ ഈ റോഡ് കണ്ട ഭയങ്കര വീതിയാണിത് റോഡ്. മറ്റേ തിരുവമ്പാടിയിലെ 15 ആനകൾ ഇങ്ങോട്ട് അവിടെ നിന്ന് വരുന്നത് ഇങ്ങനെ വന്നിട്ട് അവിടെ ശ്രീമൂലസ്ഥാനത്തേക്ക്, അത് പടിഞ്ഞാറ് ഗോപിനാടത്തിലേക്ക് പോണ സ്ഥലമാണിത്. ഈ റോഡ് നമുക്ക് ഇപ്പോൾ കാണുമ്പോൾ ഭയങ്കര വീതിയായിട്ട് തോന്നും. ഇതിപ്പോൾ ഒരു വണ്ടിയിൽ പോണ റോഡാക്കി മാറ്റി കഴിഞ്ഞല്ലേ ഈ സാധനത്തിന് വീതി ഉണ്ടാവില്ല. അപ്പോൾ വണ്ടിയിൽ നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീതി ഭയങ്കരമായിട്ട് കുറയും. അതിന് ഇത് നമുക്ക് വെറുതെ കാണുമ്പോൾ എന്തോരം വീതിയുള്ള റോഡാണെന്ന് വിചാരിക്കും. റോഡായി മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു. അവിടെ നിന്നാണ് തിരുവമ്പാടിയുടെ വെടികെട്ട് തുടങ്ങാം. അവിടെ നിന്ന് ഇങ്ങനെയുണ്ട് കേടാ മരുന്നിട്ട് പോയി വേണ്ട. ഇന്നലത്തെ സാമ്പിളിൽ മരുന്നിട്ട് പോയത് ഇങ്ങനെ സാരിധാനിക്ക് സാരിധാനിക്ക് കൊണ്ടുവരുന്നത് വിചാരിച്ചായിരുന്നു. പക്ഷേ ഈ വെയിലത്തൊന്നും അവർ നടക്കില്ല. പൊള്ളി പോണ തല പൊട്ടിച്ചെറിക്കുന്ന വെയില. പലപ്പോഴായി പറയുന്ന വെയിൽ കൂടുതലാണ് തവണ. മറ്റേ തിരുവമ്പാടി പന്തല്, നായക്കനാലത്തെ പന്തല് കേട്ടാ. രാത്രി ഭംഗി ഉണ്ടാവുള്ളൂ, ലൈറ്റ് ഇല്ല. നമുക്ക് അപ്പുറത്തേക്ക് കിടക്കണം. നമുക്കേ ഒരു ഹോട്ടലിൽ പോവാം അവിടെ വരെ. ആ കൗസുഖത്തിൻ്റെ അവിടെ വരെ ഹോട്ടലിൽ പോകാൻ നല്ലത്. നടക്കാൻ സമയമില്ല നമുക്ക്. ചമയ പ്രദർശനം നടക്കണില്ലേ? ഇപ്പോൾ കൗസ്തുഭം ഓഡിറ്റോറിയത്തിൻ്റെ ഇടയ്ക്ക് എത്തി. ഇവിടെ നമുക്ക് അങ്ങോട്ട് ഓട്ടോ പിടിച്ച് പോവാം. പാറമാര് അടയ്ക്കും. കാറ്റുണ്ട്. മോളിലേക്ക് കഴിച്ചാൽ മോളിയോടെയാണ് നമുക്ക് കാണാൻ പറ്റുക. ഇവിടെയാണ് ഭംഗി. വടക്കാം അതിൻ്റെ ഒരു മാതൃക. കുടകൾ എത്ര സെറ്റ് കുടകളുണ്ടെന്ന് അറിയോ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21 നമ്പറിങ് ഉണ്ട്. ഇത് വേറെ മനോഹരല്ലേ? നമ്മളെ ഈ നെറ്റി പടത്തിലേക്ക് ഭംഗിയാണെങ്കിൽ ഭംഗി അത്രയും മനോഹരമാണ്. കോലൊക്കെ നോക്കിയേ, ആലവട്ടം, ബെഞ്ചാമരൊക്കെ. ആലവട്ടമൊക്കെ എന്തൊരു ഭംഗിയാണ്. അന്നടിയിലാക്കണം ഫോട്ടോ പുറത്ത് നോക്കി. അപ്പം നിങ്ങൾക്ക് അടുത്ത സ്ഥലത്തേക്ക് ഓടാം അല്ലേ? താഴില്ല. ഇവിടെ പോകാൻ തോന്നില്ല. ഏറ്റവും രസം എന്ന് പറഞ്ഞില്ലേ, ഇവിടെ കുടലുണ്ടോ നേരത്തെ? ഇവിടുന്ന് പോവാൻ തോന്നില്ല. കാരണം നല്ല തണുപ്പല്ലേ, നമ്മൾ നല്ല ചൂടുന്നല്ലേ വന്നേ. ചൂടുന്ന് വന്നിട്ട് പിന്നെ അടിയിലുണ്ടിട്ടാ. ഇത് സ്പെഷ്യൽ കുടകൾ എന്ന് പറയാൻ പറ്റിയ നമുക്ക് ലാസ്റ്റൊക്കെ കുടകളുമായാണ്. പുറത്ത് കയറുന്നു. അയ്യോ ഓട്ടോ സ്റ്റേഷൻ പോവാം. അത് സ്ഥലത്തേക്ക് പാറമകാൻ്റെ ഇടയ്ക്ക് ആളുണ്ടല്ലേ? അതേ ഒരു ഓട്ടോ പാറമകാൻ്റെ ഇടയ്ക്ക് വീണ്ടും ഓട്ടോയില് പാറമകാൻ്റെ ഇടയ്ക്ക് തിരുവമ്പാടിയൊക്കെ ഉണ്ട്. നമുക്ക് പോകുന്നു. പിന്നീട് ഓട്ടോയിൽ നിന്ന് ഇറങ്ങി 30 രൂപ അങ്ങോട്ട്, 30 രൂപ ഇങ്ങോട്ട്. പാറയമക്കാവ് അമ്പലത്തിൻ്റെ മുന്നിലെത്തിയിട്ടാണ് ഇനി നമ്മൾ അവിടെ ചമയം കാണാൻ പോകുന്നു. കണ്ടമാനം വിദേശികൾ തവണ ഉണ്ടല്ലോ. പാറയമക്കാട് ചമയ പ്രദർശനം കേട്ടോ. വേഗം അതിൻ്റെ ഉള്ളിൽ കിടക്കാം. അയ്യോ ഇപ്പുറത്തോടെ കിടക്കാം. ഇതിലിറങ്ങാം. വൈകുന്നേരം കഴിഞ്ഞ് ഭയങ്കര തിരക്കായിരിക്കും. വൈകുന്നേരം കഴിഞ്ഞ് അല്ല ആനകളുടെ കഴുത്തിലണിയുന്നതാണ് ഇതൊക്കെ. എന്തൊരു ഭംഗിയ. തൊടാൻ പാടില്ല. ഇവിടെയാണ്
ശരിക്കും മെയിനായിട്ട് നടക്കും പാറമക്കാവ് ദേവീരെ കോലം ശരിക്കും നെറ്റിപ്പടത്തിൻ്റെ തിളക്കം നോക്കിയേ. മനോഹരം. അതെ അതെ ആ കുറേ നാൾ മുമ്പിട്ടാണ്. ആ ആന പോസ് ചെയ്തിട്ടുണ്ടാ കറക്റ്റായിട്ട് നിന്ന് ആ ഒരു അനക്കല്ലാണ് ആൾ നിൽക്കല. ആനകളെ കുളിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് വരാം നമുക്ക്. പാറയമ്മക്കാവിൻ്റെ സൈഡിലുള്ള ആനകളാണ് മുഴുവൻ ഇവിടെ ഉള്ളത്. ഇതൊക്കെ എടുക്കും നോക്കിയേ, നല്ല സുഖത്തിൽ കിടക്കാനാണ്. ഇതിനെ നിർത്തിയില്ല കുളിപ്പിക്കുന്നത്. അപ്പുറത്തുണ്ട് എല്ലാവരും മോൾ വശമൊക്കെ കെട്ടി മറിച്ചിട്ടുണ്ട്. വെയിൽ കൊള്ളാണ്ടിരിക്കുക കേട്ടാ. മുകളിൽ ഷീറ്റ് ഇട്ടുണ്ട്. തണുത്ത മോര് കുടിക്കുക. എവിടെ വീട്? വന്നിട്ടില്ല. തരുത് വന്നിട്ടില്ല. വെയിലത്തവിടെ ശരി 2 ഗ്ലാസും പോവാം. ക്ഷീണം മാറി. അടിപൊളി മോര് വെള്ളം, നല്ല കട്ടിയിട്ട് മോര് വെള്ളത്തിന്. പാറമാൻ്റെ അവിടെ പോരാണ് അമ്പലം. പിന്നീട് നമ്മൾ ഇനി പോകുന്നത് ഈ നട തുറക്കുമെന്ന് പറഞ്ഞില്ലേ, തെക്കേ ഗോപുര നട, അവിടേക്ക് പോകാം. നമ്മൾ പൂരപറമ്പരേക്ക് കടന്നു. ഇത് എക്സിബിഷൻ്റെ തൃശ്ശൂർ പൂര എക്സിബിഷൻ ഇതാണ് 2024. നമ്മൾ ഇതിനുള്ളിലേക്കൊന്നും പോയിട്ടില്ല. ഇതിനുള്ളിലേക്ക് പിന്നെ വേറെ ദിവസം പോകാം. നമ്മൾ എല്ലാ കൊല്ലം പോകുമ്പോൾ കാണുന്ന സാധനങ്ങൾ തന്നെയാണല്ലോ. അപ്പടി കച്ചവടം അതിനെ മെയിനായിട്ട്. നമുക്ക് വേഗം അവിടെ മരുന്ന് പോയി നോക്കിയിട്ട് വരാം. അപ്പം നമ്മൾ പാറമേൻ്റെ അവിടെ നിന്ന് വന്നു. ഇതുവരെയിട്ട് നട തുറന്നിട്ടില്ല കേട്ടാ. നെയ്തലക്കാവ് ദേവി നട തുറന്നിട്ടില്ല. അപ്പോൾ എല്ലാവരും അക്ഷമയോടെ കാത്തിക്കാണ്. ആളുകളുടെ എണ്ണം കൂടി നോക്കിയാൽ നിറഞ്ഞുകൂടെ ആളുകൾ. അതിപ്പോൾ തുറക്കുന്നതായിരിക്കും. തലയോടെ വെള്ളം ഒഴിക്കുമ്പോൾ നല്ല സുഖം. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കറക്റ്റായി ഫോൺ പിടിക്കടാ. ഇനി നമ്മൾ ഇപ്പോൾ ഒരുവിധം പൂരപറമ്പൊക്കെ നടന്നിങ്ങനെ കണ്ടുല്ലോ. ഇനി നമ്മൾ കപ്പലണ്ടിയൊക്കെ ഉണ്ട്. ഈ ചൂടത്ത് കപ്പലണ്ടി കഴിക്കാൻ തോന്നില്ല. അത് ഞാൻ കപ്പലണ്ടി കാണിച്ചത് കണ്ട. കൈ നോട്ടക്കാരുണ്ടെന്നുണ്ട്. അവിടെ വരെ പോയിട്ട് കൈ നിന്ന് നോക്കിയിട്ട് നമുക്ക് പോവാം, തിരിച്ചു പോവാം. അതിവിടെ വന്നിട്ട് ചെയ്യേണ്ട ഒരു ശീലമാണ്. കാലങ്ങളായി അനുവർത്തിച്ച് പോരുന്ന ഒരു നയമാണ് അത് നമ്മുടെ. അപ്പോൾ അതും കൂടി നമുക്ക് ചെയ്യാം കേട്ടോ. ആളുകൾ പൂരപറമ്പിയോടെ നടക്കുകയാണ്. അപ്പോൾ നമ്മൾ വടക്കുന്നാഥൻ്റെ വടക്കേ നടയുടെ വശത്തേക്ക് എത്തിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഒരു അമ്മാമ്മ ഇരിക്കുന്നുണ്ട്. കൈനോട്ടക്കാർ ഇവിടെ കുറേ പേര് ഇരിക്കുന്നുണ്ട് കേട്ടോ. കൈരേഖ നോക്കി. ഇവിടെ വെയിലാണല്ലോ. ശരിക്കും പറയോ? സത്യം മാത്രമേ പറയൂ അല്ലേ? ആ എവിടെ വരുന്നത്? കോഴിക്കോട്. എത്രയാ നോക്കാനായിട്ട്? 100 രൂപ. 100 രൂപ എത്ര സമയം പറയും? എത്ര സമയം പറയും? 100 രൂപയ്ക്ക്? 100 രൂപയ്ക്ക് ആ കണക്കൊന്നുമില്ല. കയ്യിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. 100 രൂപയാണ് കേട്ടാ. അപ്പം ഞാൻ 100 രൂപ കൊടുത്തിട്ട് 50 രൂപ.
അതൊന്നും പിടിക്കാതെ തീർത്തരാം. പിശുക്കത്തരാ ഇപ്പൊ 100 കുഴപ്പമില്ല. മോൻ്റെ വീട് നമ്മുടെ ഇവിടെ തൃശ്ശൂർ തന്നെയാണ്. 100 തരാം. ശരി. അതിനായിട്ടാണ് കൊടുത്തത്. എന്തുട്ടാ പേര്? പേര് അജു. ഒരു മിനിറ്റ് ഇതൊന്ന് വയ്ക്കിട്ടാ. സൗണ്ട് വയ്ക്കാം. കുഴപ്പമില്ല. ഞാൻ വയ്ക്കാം. ഇല്ലേ വിടുന്നോളൂ. പേടിക്കണ്ട. കയ്യ് ഓട്ട കയ്യ്. കയ്യ് നോക്ക്. കയ്യ് നോക്കണ്ട. ആള് അകലേക്ക് നോക്കിട്ടിരിക്കുക. കയ്യ് ഓട്ട കയ്യ്. ഓട്ട കയ്യ്. ഓട്ട കയ്യുന്ന കുണ്ടാണ് കയ്യ്. അപ്പൊ ഭഗവാനെ അടയണം. കയ്യ് നിറച്ചും രക്ഷണം പാടില്ല. കൈ നിറച്ച് രേഖ പാടില്ല. അപ്പൊ എന്റെ രേഖ കണ്ട ഈ രേഖ ചിഹ്ന പോലെയാണ് മനസ്സ്. ഏത് രേഖ പോലെ? ഈ രക്ഷണത്തിലേ ഈ രേഖയും മനസ്സിൽ ഒരുപോലെയാണ്. എന്ത് കിട്ടിയാലും ഇരിക്കില്ല. ഇതാണ് ആയുസ്. ഇത് ഭാഗ്യരേഖ. അതിങ്ങോട്ട് കാരണം ഈ വരുന്ന ലക്ഷണം ഇങ്ങോട്ടേക്ക് വരേണ്ടതാണ്. അതിവിടെ കിടന്ന് കളിക്കുക. ഇവിടേക്ക് ഗോറി വരും. വരുമ്പോ ഞാനൊരു 40 കൊല്ലായിട്ട് അങ്ങനെ നിക്കണല്ലോ. കേറി വരുന്നില്ല. കേറി വരുന്നില്ല. ഭാഗ്യം കുറഞ്ഞുകൊണ്ട് വരിക. അതെ, നല്ല കാര്യം. ഇതിനേക്കാളും കൂടുതൽ ചെലവായിട്ട് വരും. അതെല്ലാവർക്കും അങ്ങനെയാണ്. ഭാര്യ വീട് കൊണ്ട് വലിയ കാര്യ ലാഭങ്ങളൊന്നും കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടില്ല. അങ്ങോട്ട് കൊടുത്ത് പരവും നിൽക്കേണ്ട ഭാര്യ വീടാണ് കിട്ടിയത്. സമാധാനം ഇല്ല മനസ്സിൽ. അതെ, ചെറിയ കാര്യം കിട്ടിയ വെപ്രാളും വേജാറും വിഷമങ്ങളും ഉണ്ടാക്കും. ശരി. വീട്ടിൽ പോയി നേര് പറഞ്ഞിട്ട് പോകും. ആദ്യം ഒരു കളവ്, പിന്നെ സത്യം. കണക്കാരെ തീരെ ഇഷ്ടമില്ല. എനിക്ക് പാവങ്ങളാണ് ഇഷ്ടം. അതെ. കല്യാണി രേഖ 2 പരം പറയേണ്ടത്. അതെല്ലാവർക്കും പറയണതാണല്ലോ. അത് ഒന്നും മണ്ടേന്ന് പോകൂല. ഒരു പെണ്ണ് അത് മോനക്കായും സൂത്രക്കാരിയൊക്കെ ഇരിക്കും. എന്നാൽ രത്നത്തിൽ 3 മക്കള് രേഖയിൽ പറയേണ്ടത്. 2 കുട്ടികളെ കൊണ്ട് ഭാഗ്യം. 2 കുട്ടികൾ ഭാഗ്യം. മക്കളായി കേട്ടോട്ടാ. 2 കുട്ടികളുണ്ട് ഭാഗ്യം. ഒരാണൊരു പെണ്ണാണ് ഭാഗ്യം. അന്തസ്സുള്ള ലക്ഷണം. അച്ഛന്റെ മോലെടുത്ത് പുറകിലേക്കുള്ള ഭാഗ്യം പോരാ. അച്ഛന്റെ മോലൊന്നും കിട്ടാൻ ഭാഗ്യമില്ല. ഭാഗ്യമില്ല. നമ്മളെ ദാനിച്ച മുതൽ കൊണ്ട് നമുക്ക് ഭാഗ്യം. നമ്മളിപ്പോ എടുക്കുന്ന തൊഴിലുണ്ടല്ലോ, അതുകൊണ്ട് വലിയൊരു ഗുണവും ഇല്ല, വലിയ ദോഷവും ഇല്ല. വലിയൊരു പണം കിട്ടില്ല. കിട്ടാൻ കൂടുതൽ ചെലവാക്കുക. മറ്റുള്ളവന്റെ കാര്യത്തിന് ഇടപെടും. മറ്റുള്ളവന്റെ കാര്യത്തിന് ഇടപെടുക. നാട്ടുകാർക്ക് മുതലാളിയായിട്ട് നിൽക്കുക. വീട്ടിലെ കാര്യം അവിടെ കിടന്നാലും വേണ്ട, മറ്റുള്ളവരുടെ കാര്യം നോക്കണം. അങ്ങനത്തെ സ്വഭാവക്കാരനാണ്. ഇരിക്കണ ഭവനം പൂർത്തിയായിട്ടില്ല. ഭവനത്തിന് മാറ്റം കാണാനുണ്ട്. എന്നാൽ രത്നത്തിലെ ഐശ്വര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ കുറവൊന്നും പറയാൻ പറ്റില്ല. ശരി. അന്തസ്സുള്ള ലക്ഷണം. കുറച്ച് പൈസ നഷ്ടങ്ങൾ പറ്റിപ്പോയിട്ടുണ്ട്. അത് സ്നേഹിച്ചും കൊണ്ട് നിങ്ങളെ വഞ്ചിച്ചതാണ്. കടം കൊടുത്താൽ കൊടുക്കും. ഇങ്ങോട്ട് കിട്ടണമെങ്കിൽ തമ്മിൽ തെറ്റിയത് കിട്ടുള്ളൂ. കണക്കത്ത് കിട്ടൂല. വീട് നിങ്ങൾക്ക് പൂർത്തിയായിട്ടില്ല. നിങ്ങൾ ഇരിക്കുന്ന ഭവനം പൂർത്തിയാക്കാൻ പോകുന്നുണ്ട്. ഇതിനൊക്കെയായി അന്തസ്സിലൊക്കെ ജീവിക്കും. കുടുംബം നന്നാവും. ആര് നമ്മളെ തോൽപ്പിച്ചാലും ദൈവം തോൽപ്പിക്കൂല. ഭാര്യ വീട് കൊണ്ട് കുറഞ്ഞ് തിരിമറി വെച്ചിട്ട് ചെയ്യുക, നമ്മളെ കഷ്ടങ്ങൾ തീർക്കുക എന്നുള്ള മോഹിക്കണ്ട. അത് അങ്ങോട്ട് കൊടുത്ത് വരും തീർക്കേണ്ട ഭാര്യ വീട്. തോറ്റാലാകില്ല. അച്ഛൻ്റെ മുതൽ കൊണ്ടില്ല. എന്നാൽ ഭാര്യ നമ്മളെക്കായി സൂത്രക്കാരി. പിന്നെ എനിക്ക് എത്ര വയസ്സായി? വയസ്സിനെ വെച്ച് പറയുകയാണെങ്കിൽ 30 വയസ്സ് കഴിഞ്ഞാ. 31 നടപ്പ്. അതെയോ? ഞാൻ നോക്കണ്ടേ? ഇനിയാ അവന്റെ നോക്കൊന്നും വേണ്ട. ഇത് 100 വരെ കഴിഞ്ഞു. നീ അന്ത്യാന്നേരെ പറയുക? നീ അന്ത്യാന്നേരെ പറയുകയാണോ? ഇല്ലേ, മതി. അപ്പൊ ഉള്ള കാര്യം ഉള്ള കാര്യം കംപ്ലീറ്റ് പറഞ്ഞു. ഇനി നമുക്ക് നടന്നിട്ട് വർത്താനം പറയാം. അതെ, ഇതൊക്കെ പിടിച്ചില്ലേ? ബാക്കി പൈസ 100 രൂപ. നല്ലത് പറയട്ടെ കുട്ടിയെ. അവന് കൈനോട്ടത്തില് വിശ്വാസമില്ല. അപ്പൊ അങ്ങനത്തെ ടൈപ്പാ. അപ്പൊ ഞാൻ പോട്ടെ. തത്തമ്മേനൊന്നും എടുത്തില്ല, ചീട്ടെടുത്തില്ല. തത്തമ്മേനെ വേണി ഫോട്ടോ എടുത്തോളാൻ. ചീട്ടെടുത്തില്ല. അപ്പൊ നമ്മള് കൈനോട്ടം നോക്കിയപ്പോ അതിൽ പറഞ്ഞ അച്ഛന്റെ മുതലൊന്നല്ല എന്ന് നമ്മൾ ഇതിന്, അതായത് അച്ഛന്റെ മുതലിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിലാണ് നമ്മൾ അച്ഛന്റെ മുതല്. ആ പറമ്പിലാണ് നമ്മൾ വീട് കിട്ടി താമസിക്കുന്നത്. നമ്മുടെ വീട് പണി ഫുള്ളായി പൂർത്തിയായതാണ്. പക്ഷെ ആൾക്ക് പറയാൻ പറ്റില്ല. എനിക്ക് 30 വയസ്സ് കഴിഞ്ഞിരുന്നാ പറഞ്ഞത്. എനിക്ക് 54 വയസ്സായി. പിന്നെ 2 മക്കളുണ്ടെന്ന് പറഞ്ഞു, ഒരാണും പെണ്ണും. ഒരാളുള്ളോ പിന്നെ ആൾ ഉണ്ടാവില്ല. പിന്നെ എന്താ പറഞ്ഞ ഭാര്യ വീട്ടുകാരെ കൊണ്ട് ഹെൽപ്പില്ല എന്ന് എന്തൊക്കെ പറഞ്ഞു. ഭാര്യ വീട്ടുകാരെ കൊണ്ട് ഹെൽപ്പുണ്ട്, വളരെ ഹെൽപ്പുണ്ട്. പിന്നെ എന്തൊക്കെയാ പറഞ്ഞു. അപ്പോൾ ആളെ അഭിപ്രായം കേട്ടില്ലേ. പിന്നെ പണക്കാരെ ഇഷ്ടമല്ലാന്ന്, പാവപ്പെട്ടവരെയാണ് ഇഷ്ടമെന്ന്. എനിക്ക് എല്ലാവരും ഇഷ്ടം തന്നെയാണ്.
ആരിപ്പോൾ അവൻ വേർതിരിച്ച് കാണുന്ന പരിപാടിയൊന്നുമില്ല. പിന്നെ നാട്ടിൽ എന്നിട്ടാ ഇതായിട്ട് കാണുന്ന അങ്ങനെ എന്തോ പറഞ്ഞു, അതെനിക്ക് ഓർമ്മയില്ല. നമ്മളങ്ങനെ നാട്ടിലങ്ങനെ അറിയപ്പെടുന്ന ആളുമല്ല, ആളുകളുടെ മുന്നിൽ ഇതാവാൻ ഉള്ള ആളൊന്നുമല്ല. അപ്പം അങ്ങനെ കൈനോട്ടപ്പോൾ കണ്ടില്ലേ രസമായിരുന്നില്ല. ആൾക്ക് ഇവിടെ തന്നെ പറഞ്ഞു കഴിക്കാമെന്ന് മാത്രമല്ലോ, വേറെ ഒന്നുമില്ല. എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഇതിൽ കാണുന്ന രേഖകളൊക്കെ ഒന്നും വേറെ പ്രത്യേകമായിട്ട് തെളിഞ്ഞിട്ടൊന്നുമില്ല. പണ്ട് 50 കൊല്ലം മുമ്പ് കാണുന്ന രേഖകൾ തന്നെ എപ്പോഴും കാണുന്നുള്ളൂ കേട്ടോ. അപ്പം നമുക്കിനി വീട്ടിലേക്ക് പോവാം.